ചോദിച്ചാലോ എന്നെ പഠിക്കാൻ കൂട്ടോന്ന്? എനിക്കാണെങ്കിൽ പഠിച്ചിട്ടൊന്നും കിട്ടാനില്ല. നിങ്ങൾ എന്നെയും കൂടെ ഒന്ന് കൂട്ടും. ഇതൊന്നും പറഞ്ഞു തരോ? എടി അത് ഞങ്ങൾ ഈ പോർഷൻ എടുത്തു കഴിഞ്ഞു. അപ്പോ ഇനി എടുക്കാന്ന് പറഞ്ഞ ബുദ്ധിമുട്ടായിരിക്കും. നീ വേറെ ആരോടെങ്കിലും ചോദിക്കുവോ? പാവണ്ടല്ലോ, നമുക്ക് അവിടെയും കൂടി കൂട്ടിയാലോ? എന്താ ഇപ്രാവശ്യം മാർക്ക് ഭയങ്കര കുറവാണല്ലോ. എന്ത് പറ്റി നിനക്ക്? അവൾക്ക് മാർക്ക് കുറവാ, നമ്മൾ കൂട്ടാത്ത കാരണമാണ്. നമുക്ക് അവളെ കൂടെ വിളിക്കാം. നീ വിഷമിക്കണ്ട, നമുക്ക് ഒരുമിച്ച് പഠിക്കാം. നീ ഞങ്ങളുടെ കൂടെ വാ. അടുത്ത പ്രാവശ്യം നമുക്ക് എന്തായാലും കൂടുതൽ പഠിക്കാം. സ്നേഹവും സമാധാനവും മനുഷ്യ സൗഹൃദങ്ങളും നമ്മെ ഒന്നിപ്പിക്കുന്ന ഒരു ക്രിസ്മസ് കാലം വന്നെത്തി. ഈ പുണ്യവേളയിൽ വ്യത്യാസങ്ങളെ മറന്ന് കൈകോർത്ത് നിൽക്കുമ്പോഴാണ് യഥാർത്ഥ ഐക്യം ജനിക്കുന്നത്. ഒരുമിച്ചിരിക്കുന്ന ഹൃദയങ്ങളിലാണ് സ്നേഹവും പ്രത്യാശയും സന്തോഷവും എല്ലാം ഉടലെടുക്കുന്നത്. കൂട്ടായ്മയിലൂടെ ഒരു കുടുംബമായി നാം മാറുമ്പോഴാണ് ഈ ക്രിസ്തുമസ് നമുക്കൊരു നന്മയുടെ അനുഭവമായി മാറുന്നത്. ഇന്നത്തെ ലോകം പലപ്പോഴും വിഭജനങ്ങളാലും അഭിപ്രായ വ്യത്യാസങ്ങളാലും നിറഞ്ഞിരിക്കുകയാണ്. ഈ സന്ദർഭത്തിൽ നമുക്ക് ക്രിസ്തുമസ് നൽകുന്ന ആശയം വളരെ വ്യക്തമാണ്. ഒരുമിച്ച് നിൽക്കുമ്പോൾ അവിടെ ഐക്യം ഉടലെടുക്കും. ജാതിയും മതവും വ്യത്യാസങ്ങളും ഭാഷകളും ഒന്നും നമ്മെ വേർപെട്ടാതിരിക്കട്ടെ. മറിച്ച് അവയെല്ലാം ആദരിച്ചുകൊണ്ട് കൂട്ടായ്മയുടെ ഒറ്റക്കെട്ടായി നമുക്ക് മാറാം.